ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണം ഊർജിതം. പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി തിങ്കളാഴ്ച തീരും. വിമതരെ പിന്തിരിപ്പിക്കാനുള്ള അവസാനവട്ട ശ്രമത്തിൽ മുന്നണി നേതാക്കൾ. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന് സമീപം സ്വകാര്യ ബസ് മരത്തിലിടിച്ച് 14 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. വലിയകരയിൽ ടോൾ പിരിക്കാൻ അനുമതി നൽകിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത് പൊതുപ്രവർത്തകനായ ഷാജി കോടങ്കണ്ടത്ത്. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ ഗതാഗതം സുഗമമായിട്ടില്ലെന്ന് ഹർജിക്കാരൻ. തൃശൂർ മൃഗശാലയിലെ ആൺകടുവ ചത്തു. 3 മാസമായി ചലനശേഷി നഷ്ടപ്പെട്ടിരുന്ന കടുവയാണ് ചത്തത്. ചേർപ്പ് പൂച്ചിനിപ്പാടത്ത് നടുറോഡിൽ സ്കൂട്ടർ യാത്രികനും ഓട്ടോ ടാക്സി ഡ്രൈവറും തമ്മിൽ കയ്യാങ്കളി. സ്കൂട്ടർ യാത്രക്കാരൻ ഹെൽമറ്റ് ഊരി ഓട്ടോ ടാക്സി ഡ്രൈവറുടെ തലക്കടിച്ചു. ഗുരുവായൂർ ദേവസ്വം ശ്രീവത്സം അതിഥി മന്ദിരവളപ്പിലെ ഗജരാജൻ ഗുരുവായൂർ കേശവന്റെ പ്രതിമ നവീകരിച്ച് സമർപ്പിച്ചു. വിഖ്യാത ശില്പി നന്ദൻ ഇളവള്ളിയുടെ നേതൃത്വത്തിൽ 12ഓളം പേർ ചേർന്ന് 4 മാസമെടുത്താണ് നവീകരണം പൂർത്തിയാക്കിയത്. മനക്കുടി കരാട്ടെ കോൾപ്പടവിൽ ചങ്ങാടത്തിൽ ചാൽ മുറിച്ചു കടക്കുന്നതിനിടെ ചങ്ങാടം മറിഞ്ഞ മോട്ടോർ ഓപ്പറേറ്റർ മുങ്ങി മരിച്ചു. നെടുപുഴ സ്വദേശി സന്തോഷാണ് മരിച്ചത്. ചാലക്കുടിയിൽ തെങ്ങ് കടപുഴകി വീണ് സൈക്കിൾ യാത്രികരായി 2 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. വിശദാംശങ്ങളിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള പ്രചരണം ഊർജിതം. വോട്ടെടുപ്പിന് വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. വീടുകളും സ്ഥാപനങ്ങളിലും കയറിയിറങ്ങി വോട്ട് തേടിയുള്ള യാത്രകളായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ സ്ഥാനാർത്ഥികൾക്ക്. 11,154 സ്ഥാനാർത്ഥികളാണ് വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിനായുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. അതേസമയം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി തിങ്കളാഴ്ച അവസാനിക്കും. ഇതോടെ മത്സരചിത്രം വ്യക്തമാകും. വിമതരായി പത്രിക നൽകിയവരെ പിന്തിരിപ്പിക്കുവാനുള്ള അവസാനവട്ട ശ്രമത്തിലാണ് മുന്നണി നേതാക്കൾ. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുവാൻ ഒരു ദിവസം കൂടി ബാക്കി നിൽക്കെ ഇരു മുന്നണികൾക്കും തലവേദന സൃഷ്ടിച്ച് റിബൽ സ്ഥാനാർത്ഥികൾ. ചാവക്കാട് നഗരസഭ, കടപ്പുറം പഞ്ചായത്ത്, ഒരുമനിയൂർ പഞ്ചായത്ത് എന്നിവിടങ്ങളിലാണ് ഇരു മുന്നണികൾക്ക് ഭീഷണി സൃഷ്ടിച്ച് റിബലുകൾ നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുള്ളത്. ചില വാർഡുകളിൽ മുന്നണി ഘടകകക്ഷികൾ തന്നെ പരസ്പരം സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്. കടപ്പുറം പഞ്ചായത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന വാർഡുകളിലാണ് കൂടുതലായും വിമത സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുള്ളത്. പഞ്ചായത്തിൽ DCC അംഗം ഉൾപ്പെടെ 6 പേരാണ് വിമതരായി പത്രിക നൽകിയിട്ടുള്ളത്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് തർക്കത്തെ തുടർന്ന് കടപ്പുറം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സ്ഥാനവും പാർട്ടി അംഗത്വവും രാജിവെച്ചിരുന്നു. ചർച്ചയിലൂടെ വിമത സ്ഥാനാർത്ഥികളെ പിൻവലിപ്പിക്കുവാനുള്ള അവസാനവട്ട ശ്രമത്തിലാണ് നേതാക്കൾ. വടക്കാഞ്ചേരി പുളിഞ്ചോട് സ്വകാര്യ ബസ് മരത്തിലിടിച്ച് 16 പേർക്ക് പരിക്കേറ്റു. തൃശൂരിൽ നിന്ന് ഷൊർണൂരിലേക്ക് പോയിരുന്ന ഷോണി എന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. എതിരെ ബൈക്ക് ഓവർടേക്ക് ചെയ്തു വന്നപ്പോൾ ബസ് ഇടതുവശത്തേക്ക് വെട്ടിച്ചതാണ് അപകട കാരണമെന്ന് പറയുന്നു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല.
വലിയകരയിൽ ടോൾ പിരിക്കാൻ അനുമതി നൽകിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി. ഈ വിഷയത്തിൽ നിയമപോരാട്ടം നടത്തുന്ന പൊതുപ്രവർത്തകനായ ഷാജി കോടങ്കണ്ടത്താണ് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ളത്. സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾ ലംഘിച്ചാണ് ടോൾ പിരിവിന് അനുമതി നൽകിയിരിക്കുന്നതെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. റോഡ് നന്നാക്കിയതിനു ശേഷം ടോൾ പിരിവ് മതിയെന്നായിരുന്നു സുപ്രീം കോടതി ഉത്തരവ്. എന്നാൽ ഇപ്പോഴും ഗതാഗതം സുഗമമായിട്ടില്ലെന്ന് ഹർജിയിൽ പറയുന്നു. അതിനാൽ ടോൾ പിരിക്കാൻ അനുമതി നൽകിയ ഹൈക്കോടതി ഉത്തരവ് അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നാണ് ആവശ്യം. തൃശൂർ ചെമ്പൂക്കാവ് മൃഗശാലയിലെ ആൺകടുവ ചത്തു. ശനിയാഴ്ച രാത്രിയിലാണ് ഋഷിരാജ് എന്ന കടുവയെ കൂട്ടിൽ ചത്ത നിലയിൽ കണ്ടെത്തിയത്. വയനാട് കാട്ടിക്കുളത്ത് നിന്നും പിടികൂടി കൊണ്ടുവന്ന കടുവയാണ് ചത്തത്. 3 മാസത്തോളമായി പ്രത്യേക പരിചരണം നൽകി വരികയായിരുന്നു. തീർത്തും ചലനശേഷി ഇല്ലാതായ കടുവയ്ക്ക് നേരിട്ട് വായിൽ ഭക്ഷണം വെച്ച് കൊടുക്കുകയായിരുന്നു. കടുവയ്ക്ക് ഇപ്പോൾ ഏകദേശം 25 വയസ്സ് പ്രായമുണ്ടാകും. സംസ്ഥാന മ്യൂസിയം മൃഗശാല തൃശ്ശൂരിൽ ഇന്നലെ രാത്രി 9 മണിയോടുകൂടി ഋഷിരാജ് എന്ന കടുവ മരണപ്പെടുകയുണ്ടായി. 10 വർഷങ്ങൾക്ക് മുമ്പ് വയനാട് കാട്ടിക്കുളത്ത് നിന്നും പിടികൂടിയ കടുവയായിരുന്നു ഇവിടെ കൊണ്ടുവന്നത്. അന്ന് അതിന് ഏകദേശം 15 വയസ്സ് പ്രായമായിരുന്നു. ഇന്നലെ മരിക്കുമ്പോൾ അതിന് ഉദ്ദേശം 25 വയസ്സോളം പ്രായമുള്ള കടുവയായിരുന്നു. അത് വളരെ വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ മൂലം സന്ദർശകർക്ക് പ്രദർശിപ്പിക്കാതെ കുറച്ച് കാലങ്ങളായി അതിനെ മാറ്റി പാർപ്പിച്ച് അതിനാവശ്യമായ ചികിത്സ നൽകി വരികയായിരുന്നു. അതുപോലെ തന്നെ വെറ്ററിനറി കോളേജിൽ നിന്നുള്ള ഡോക്ടർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വിദഗ്ധ സമിതി രൂപീകരിച്ച് അതിന് ചികിത്സ ഉറപ്പുവരുത്തിയിരുന്നു. കടുവയുടെ നിരീക്ഷിക്കുന്നതിനായി രാത്രികാലങ്ങളിൽ പ്രത്യേകം കീപ്പറെ അതിനുവേണ്ടി ഏർപ്പെടുത്തുകയും അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടിൽ CCTV ക്യാമറ പ്രത്യേകം സജ്ജീകരിച്ച് അതിനെ ഒബ്സർവ് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ അവസാന കാലത്ത് അതിനെ തീർച്ചയായും നല്ല രീതിയിൽ അതിൻ്റെ കീപ്പർ അതിൻ്റെ അടുത്ത് പോയി അതിൻ്റെ വായയിൽ ഭക്ഷണം വെച്ച് കൊടുത്ത് ഇറച്ചി അതിൻ്റെ വായിൽ വെച്ച് കൊടുക്കുകയും വെള്ളം സിറിഞ്ചിലും ട്യൂബിലുമൊക്കെ ആക്കി അതിന് നൽകിയിട്ടുമാണ് അവ ഇത്രയും കാലം അതിനെ പരിപാലിച്ചു വന്നത്. ഇടവേള. ഒരു വർഷം മുമ്പ് മാത്രം തുടങ്ങിയ ചാനൽ എന്നുള്ളൊരു പരിമിതി ന്യൂസ് മലയാളത്തിനുള്ളതായിട്ട് തോന്നിയിട്ടില്ല. RDX എന്ന പ്രോഗ്രാം 8 മണിക്ക് അത് കാണുന്നുണ്ട്. നല്ല പ്രോഗ്രാമാണ്. ഞങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന ചാനലാണ്. വീട്ടുകാരെല്ലാവരും കാണലുണ്ട്. നന്നായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏറ്റവും കൂടുതൽ വ്യത്യസ്തമായി തോന്നിയത് വാർത്തകൾക്ക് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നുണ്ട്. വീട്ടിൽ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ന്യൂസ് ഇതാണ് വെക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങളൊരു രാഷ്ട്രീയക്കാരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. കേരളം പറയുന്നു, എല്ലാരും കാണുന്നത് ന്യൂസ് മലയാളം. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ള് നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകളിലേക്ക്. ചേർപ്പ് പൂച്ചിന്നിപ്പാടത്ത് നടുറോഡിൽ സ്കൂട്ടർ യാത്രികനും ഓട്ടോ ഡ്രൈവറും തമ്മിൽ കയ്യാങ്കളി. ഓട്ടോറിക്ഷ റോഡിൽ എതിർവശത്ത് കയറി വന്നതിനെ ചൊല്ലിയാണ് കയ്യാങ്കളിയായത്. ബൈക്ക് യാത്രക്കാരൻ ഹെൽമറ്റ് ഊരി ഓട്ടോറിക്ഷ ഡ്രൈവറുടെ തലക്കടിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് സ്കൂട്ടർ യാത്രികൻ വിയൂർ പോട്ടൂർ സ്വദേശി തോട്ടുപാറ വീട്ടിൽ ജിതിനെ ഓട്ടോ ടാക്സി ഡ്രൈവറുടെ പരാതിയിൽ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കാണ് സംഭവമുണ്ടായത്. ഓട്ടോ ടാക്സി ഡ്രൈവർ കരുവന്നൂർ എട്ടുമന സ്വദേശി പൂലാക്കൽ മുഹമ്മദ് അലിയെയാണ് കൈകൊണ്ടും ഹെൽമറ്റ് കൊണ്ടും യുവാവ് ആക്രമിച്ചത്. ഗുരുവായൂർ ദേവസ്വം ശ്രീവത്സം അതിഥി മന്ദിര വളപ്പിലെ ഗജരാജൻ ഗുരുവായൂർ കേശവന്റെ പ്രതിമ നവീകരിച്ച് സമർപ്പിച്ചു. ശ്രീവത്സം അതിഥി മന്ദിര വളപ്പിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് നിലവിളക്കിൽ ദീപം പകർന്നു. പ്രതിമയുടെ മസ്തകത്തിൽ കളഭം ചാർത്തി കഴുത്തിൽ നെയിം പ്ലേറ്റ് അണിയിച്ചു.
ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ സി മനോജ്, കെ പി വിശ്വനാഥൻ, അഡ്മിനിസ്ട്രേറ്റർ ഒ ബി അരുൺകുമാർ, ശില്പി ഇളവള്ളി നന്ദൻ തുടങ്ങി നിരവധി പേർ സമർപ്പണ ചടങ്ങിൽ പങ്കാളികളായി. 3 വർഷം മുൻപ് നവീകരണം നടത്തിയ പ്രതിമയ്ക്ക് ഗുരുവായൂർ കേശവനുമായി രൂപസാദൃശ്യമില്ലെന്ന വ്യാപക പരാതിയെ തുടർന്നാണ് പുനർനിർമ്മിച്ചത്. പത്മനാഭന്റെ പ്രതിമ നിർമ്മിച്ച ശില്പി നന്ദൻ ഇളവള്ളിയുടെ നേതൃത്വത്തിൽ 12ഓളം പേർ ചേർന്ന് 4 മാസമെടുത്താണ് നവീകരണം പൂർത്തിയാക്കിയത്. നവീകരണത്തിന് ചിലവായ 10 ലക്ഷം രൂപ തൃത്താല കൃഷ്ണാമൃതത്തിൽ മണികണ്ഠൻ നായർ വഴിപാടായി നൽകി. പ്രതിമ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയവരെയും വഴിപാടുകാരെയും ദേവസ്വം ഉപഹാരം നൽകി ആദരിച്ചു. TCV ന്യൂസ്, ഗുരുവായൂർ. കരിമ്പൂർ മനക്കുടി കരാട്ടെ കോൾപ്പടവിൽ ചങ്ങാടത്തിൽ ചാൽ മുറിച്ചു കടക്കുന്നതിനിടെ ചങ്ങാടം മറിഞ്ഞ് മോട്ടോർ ഓപ്പറേറ്റർ മുങ്ങിമരിച്ചു. നെടുപുഴ സ്വദേശി 55 വയസ്സുള്ള തെക്കൻ വീട്ടിൽ സന്തോഷാണ് മരിച്ചത്. ഓട്ടോ ഡ്രൈവർ കൂടിയായ സന്തോഷ് നെടുപുഴ ബണ്ടിൽ ഓട്ടോ ഇട്ട ശേഷം ചങ്ങാടത്തിലാണ് കയറി മനക്കുടി പടവിലേക്ക് പോകുന്നത്. മനക്കുടി പടവിൽ എത്തിയതിനു ശേഷം തിരികെ നെടുപുഴയിലേക്ക് മടങ്ങുന്നതിനിടെ ചങ്ങാടത്തിൽ വെച്ച് വെള്ളത്തിലേക്ക് കുഴഞ്ഞു വീഴുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. വെള്ളത്തിൽ നിന്നെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചാലക്കുടി KSRTC റോഡിൽ തെങ്ങ് കടപുഴകി വീണ് സൈക്കിളിൽ സഞ്ചരിച്ചിരുന്ന 2 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. KSRTC സ്റ്റാൻഡിന് സമീപം സോളമൻ അവന്യൂവിൽ അന്ന, മംഗലത്ത് വീട്ടിൽ ഐറിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. സമീപത്തെ കനാൽ ബണ്ട് റോഡിലൂടെ സൈക്കിളിൽ പോകുന്നതിനിടയിലാണ് തെങ്ങ് മറിഞ്ഞു വീണത്. തെങ്ങിനടിയിൽപ്പെട്ട സൈക്കിൾ പൂർണ്ണമായും തകർന്നു. ശബ്ദം കേട്ടെത്തിയ പരിസരവാസികളാണ് കുട്ടികളെ ആശുപത്രിയിൽ എത്തിച്ചത്. തെങ്ങ് വീണതിനെ തുടർന്ന് വൈദ്യുതി കമ്പികൾ പൊട്ടിവീണു. വരാക്കര പുളിഞ്ചോട് മദ്യലഹരിയിൽ മകൻ അച്ഛനെ കുത്തി പരിക്കേൽപ്പിച്ചു. പുളിഞ്ചോട് ചുക്കൻ വീട്ടിൽ ഗോപാലനാണ് പരിക്കേറ്റത്. നെഞ്ചിൽ കുത്തേറ്റ ഗോപാലനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മകൻ ബിനേഷിനെ വരന്തരപ്പള്ളി പോലീസ് കസ്റ്റഡിയിലെടുത്തു. കേച്ചേരിയിൽ വൻ കഞ്ചാവ് വേട്ട. 2 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശി ചന്ദ്രകാന്ത് സമലിനെ ലഹരിവിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. സബ് ഇൻസ്പെക്ടർ ഫക്രുദ്ദീന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഒഡീഷയിൽ നിന്ന് കഞ്ചാവ് കടത്തുന്നുണ്ടെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിലും മേഖലയിലെ യുവാക്കൾക്കിടയിലും കഞ്ചാവ് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാനിയാണ് അറസ്റ്റിലായ പ്രതിയെന്ന് പോലീസ് പറഞ്ഞു. മയക്കുമരുന്ന് കച്ചവടക്കാരൻ കല്ലംകുന്ന് ഡോൺ എന്നറിയപ്പെടുന്ന ദീപകനെ 1 വർഷത്തേക്ക് തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ അടയ്ക്കും. ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവ്. ശനിയാഴ്ചയാണ് ഇരിങ്ങാലക്കുട നടവരമ്പിൽ നിന്നും പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇയാൾ 5 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണെന്ന് പോലീസ് അറിയിച്ചു. കൊടുങ്ങല്ലൂരിൽ ബാറിലും താലൂക്ക് ആശുപത്രിയിലും അതിക്രമം നടത്തിയ 3 പേർ അറസ്റ്റിൽ. നാരായണമംഗലം സ്വദേശികളായ മുണ്ടോളി വീട്ടിൽ അക്ഷയ്, ഞാവിലിപ്പറമ്പിൽ വീട്ടിൽ നിധിൻ ഷാ, പുല്ലൂറ്റ് സ്വദേശി കുരിയാപ്പള്ളി വീട്ടിൽ ഷറഫ് എന്നിവരാണ് അറസ്റ്റിലായത്. വെള്ളിയാഴ്ച നാരായണമംഗലത്തെ ബാറിൽ അക്രമം നടത്തിയ പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് വൈദ്യപരിശോധനയ്ക്ക് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ അവിടെയും അക്രമം നടത്തുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ചാലക്കുടി പുഴയിലേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കാൻ കണക്കൻ കടവിൽ സ്ഥാപിച്ചിട്ടുള്ള ലോഹനിർമ്മിത ഷട്ടറുകൾ തകർന്നു. ഇത് കുടിവെള്ളം മുട്ടിക്കുന്നതിനോടൊപ്പം കൃഷിയെയും ബാധിക്കുകയാണ്. ചാലക്കുടി പുഴയിലേക്ക് ഉപ്പുവെള്ളം കയറുന്ന അവസ്ഥയാണുള്ളത്. ചാലക്കുടി പുഴയെ ആശ്രയിച്ച് നിരവധി ജലസേചന പദ്ധതികളും കുടിവെള്ള പദ്ധതികളും ഒക്കെ നിലവിലുണ്ട്. കർഷകരാണെങ്കിൽ വലിയ ആശങ്കയിലാണ്. ഒരു ഷട്ടർ പൂർണ്ണമായി തകർന്ന അവസ്ഥയിലായതിനാൽ താഴ്ത്താൻ കഴിയുന്നില്ല. മറ്റു ഷട്ടറുകൾ താഴ്ത്തിയതിന്റെ പ്രയോജനം ലഭിക്കുന്നുമില്ല. ചോർച്ച തടയുന്നതിന് ചടങ്ങ് പോലെ ഷട്ടറുകൾ അറ്റകുറ്റപ്പണികൾ നടത്താറുണ്ടെങ്കിലും അടിസ്ഥാന പ്രശ്നം പരിഹരിക്കാറില്ലെന്നാണ് ആക്ഷേപം. ഷട്ടർ ഇരിക്കുന്ന ഭാഗത്തെ കോൺക്രീറ്റ് തകർന്ന നിലയിലായതിനാൽ ഉപ്പുവെള്ളം കയറുന്നത് പതിവാണ്. മഴ കുറഞ്ഞതോടെ പുഴയിലെ ജലനിരപ്പ് താഴ്ന്ന് കായലിൽ നിന്ന് ഉപ്പുവെള്ളം ചാലക്കുടി പുഴയിലേക്ക് കയറുന്ന അവസ്ഥയിലായി. എല്ലാ വർഷവും നവംബർ ആദ്യം താൽക്കാലിക മണൽ തടയണ നിർമ്മിച്ചാണ് ഉപ്പുവെള്ളം തടയുന്നത്. ഇതിനായി 30 ലക്ഷത്തോളം രൂപയാണ് ഓരോ വർഷവും ചെലവഴിക്കുന്നത്. ഉപ്പുവെള്ളം കയറുന്നത് തടയുന്നതിനൊപ്പം പുഴയിലെ അധിക ജലം കായലിലേക്ക് ഒഴുക്കിവിടുന്നതും ഈ ഷട്ടറുകൾ തുറന്നാണ്. പുഴയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് ഈ ഷട്ടർ പ്രയോജനപ്പെടും. കണക്കൻ കടവിൽ ഷട്ടർ നിർമ്മാണത്തിലെ അപാകത പരിഹരിക്കാൻ യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഉപ്പ് കാരണം കൊണ്ട് പച്ചക്കറിയൊക്കെ നശിച്ചു പോവുള്ളൂ. മഴ പെയ്തുകൊണ്ട് ഞങ്ങളിപ്പോൾ രക്ഷപ്പെട്ട് നിൽക്കാണ്. പുഴയിൽ ഉപ്പാണ്, വെള്ളമടിക്കാൻ പറ്റണില്ല. തൃശൂർ ജില്ലയിലെ അന്നമനട, കുഴൂർ, പൊയ്യ പഞ്ചായത്തുകളും എറണാകുളം ജില്ലയിലെ പുത്തൻവേലിക്കര, കുന്നുകര, പാറക്കടവ് പഞ്ചായത്തുകളുമാണ് ഉപ്പുവെള്ള ഭീഷണിയിലായിരിക്കുന്നത്. ഷട്ടറുകളുടെ തകർച്ച നിരവധി കുടിവെള്ള ജലസേചന പദ്ധതികളെയും പ്രതികൂലമായി ബാധിക്കും. കൃത്യമായി അതിന്റെ അറ്റകുറ്റപ്പണികളോ അല്ലെങ്കിൽ അതിന്റെ സ്ഥിരമായിട്ട് ശാശ്വതമായിട്ടൊരു പരിഹാരമോ ഉണ്ടാവുന്നില്ല. അത്തരത്തിലൊരു
സർക്കാർ തലത്തിലുള്ള ഒരു തീരുമാനം ഉണ്ടായാൽ മാത്രമേ ഇതിനൊരു പരിഹാരം കാണാൻ കഴിയൂ. TCV ന്യൂസ് മാള. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക്. കേരള ബ്രാഹ്മണ സഭ സംസ്ഥാന സമിതി യോഗം തൃശൂരിൽ ചേർന്നു. സംസ്ഥാന പ്രസിഡന്റ് H. ഗണേഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നയം വ്യക്തമാക്കി കേരള ബ്രാഹ്മണ സഭ. സമുദായ അംഗങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് അനുകൂലമായി പ്രതികരിക്കുവാൻ സംസ്ഥാന സമിതി സഭാംഗങ്ങളെ ആഹ്വാനം ചെയ്തു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ സംഗീത പുരസ്കാരം നിർണയ സമിതിയിൽ അംഗമായിരുന്ന സംഗീതജ്ഞൻ ഡോക്ടർ ചേർത്തല KN രംഗനാഥ ശർമ്മയെ ചെമ്പൈ സംഗീതോത്സവത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്നും വിലക്കിയ നടപടിയിൽ സമിതി പ്രതിഷേധം രേഖപ്പെടുത്തി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഭഗവത്ഗീത ചൊല്ലൽ, നാരായണീയ പാരായണം, ഭാഗവത പാരായണം, രാമായണ പാരായണം, സൗന്ദര്യലഹരി പാരായണം എന്നിവയിൽ മത്സരങ്ങൾ ഏർപ്പെടുത്തണമെന്നും യോഗം ആവശ്യപ്പെട്ടു. സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ GK പ്രകാശ്, ഡോക്ടർ PV ബാലസുബ്രഹ്മണ്യൻ, മണി S. തിരുവല്ല, വനിതാ വിഭാഗം പ്രസിഡന്റ് ശാന്തി, യുവജന വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് യോഗേഷ്, ജില്ലാ പ്രസിഡന്റ് S. ശിവരാമകൃഷ്ണൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി NR പരമേശ്വരൻ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട സമിതി, പ്രത്യേകിച്ചും ജനറൽ സെക്രട്ടറിയും സംസ്ഥാന ട്രഷററും. കേരള ഹെൽത്ത് ക്ലബ് ഓർഗനൈസേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ നഗരത്തിൽ രാസലഹരി വിരുദ്ധ റാലി സംഘടിപ്പിച്ചു. തെക്കേ ഗോപുരനടയിൽ നിന്ന് സെന്റ് തോമസ് കോളേജിലേക്ക് സംഘടിപ്പിച്ച റാലി എക്സൈസ് ഇൻസ്പെക്ടർ KK സുധീർ ഫ്ളാഗ് ഓഫ് ചെയ്തു. 14 ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികൾ റാലിയിൽ അണിനിരന്നു. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകളാണ്. ദേശപ്പോര്. തൃശൂർ മാടക്കത്തറ പഞ്ചായത്തിലെ 11-ാം വാർഡിലെ മത്സരം ചേട്ടനും അനിയനും തമ്മിലാണ്. ഒരേ ലക്ഷ്യവുമായി പക്ഷേ വ്യത്യസ്ത വഴികളിലൂടെയാണ് ഇവരുടെ പോരാട്ടം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ നിൽക്കുന്നത് മാടക്കത്തറ പഞ്ചായത്തിലാണ്. ഈ മാടക്കത്തറ പഞ്ചായത്തിൽ ഇപ്രാവശ്യം ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണെന്നല്ലേ, ഇവിടെ 2 സഹോദരന്മാർ ഒരു വാർഡിന് വേണ്ടിയിട്ട് 2 സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ചേട്ടൻ ജോയ്സിന് വേണ്ടിയിട്ടാണ്. രാഷ്ട്രീയ രംഗത്തേക്ക് കുറേ ആയോ വന്നിട്ട്? സജീവമാണോ? 10-15 കൊല്ലായി. 3-4 വർഷമായിട്ട് നമ്മൾ എല്ലാ മീറ്റിങ്ങുകളും എല്ലാ കാര്യങ്ങളിലൊക്കെ ആക്റ്റീവ് ആയിരുന്നു. പിന്നെ അതിന് മത്സരിക്കുന്നത് ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്. 2 പേരും മത്സരിക്കുന്നത്. ഒരു കുടുംബത്തിൽ എന്ന് പറയുമ്പോൾ 2 പേരും 2 സ്ഥാനാർത്ഥിയായിട്ട് അത് ഒരൊറ്റ വാർഡിൽ മത്സരിക്കുകയാണ്. അപ്പൊ അതിലോട്ട് എങ്ങനെയാണ്? ഞാൻ ഐക്യ ജനാധിപത്യ മുന്നണിയിൽ മത്സരിക്കുന്നത് കൈപ്പത്തി ചിഹ്നത്തിൽ. അപ്പോൾ അവിടുത്തെ മണ്ഡലം കമ്മിറ്റി ഞാനാണ് ഇവിടെ വിജയസാധ്യത ഉള്ളത് എന്ന് കണ്ടുകൊണ്ടാണ് എനിക്ക് സീറ്റ് തന്നിട്ടുള്ളത്. അപ്പോൾ അവരും അതുപോലെ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു. വീട്ടിലെങ്ങനെയാണ് സപ്പോർട്ട്? രാഷ്ട്രീയത്തിലോട്ട് കടക്കുമ്പോൾ ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്. അധികം സപ്പോർട്ട് ഇല്ല, കുറവാ. ചേട്ടനാണോ അനിയനാണോ കൂടുതൽ? എങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത്? ഇല്ല, അത് നമ്മളെ വീട്ടില് രാഷ്ട്രീയം ഇല്ല, സംസാരമില്ല. അത് അവർക്ക് ഇഷ്ടമുള്ളവർക്ക് അവരെ ഇതനുസരിച്ച് രാഷ്ട്രീയം വോട്ട് ചെയ്യാം. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അനിയൻ ജെയ്സനെയാണ്. ഇപ്പോൾ രാഷ്ട്രീയ രംഗത്ത് എത്ര കാലമായി? ഏകദേശം ഒരു 10 വർഷത്തോളമായി. ഈ 10 വർഷക്കാലം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്ത്? ഇവിടെ ബ്രാഞ്ചിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ പാർട്ടി തീരുമാനം പറഞ്ഞപ്പോൾ നമ്മളത് അംഗീകരിച്ചു. നമ്മൾ പാർട്ടി മെമ്പർ എന്ന നിലയ്ക്ക് ഞാൻ അംഗീകരിച്ചു. ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്? ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്. ചേട്ടനും അനിയനും ആദ്യമായിട്ടാണ് അംഗക്കളത്തേക്ക്. അപ്പോൾ എങ്ങനെ, അതായത് മുന്നേ കൂട്ടി അറിയാമായിരുന്നോ 2 പേരും? മുൻപ് തീരുമാനിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ചേട്ടന്
തീരുമാനം വന്നത്. അപ്പൊ എന്തായിരുന്നു അത് അറിഞ്ഞപ്പോൾ? കാരണം രണ്ട് പാർട്ടിയാണ്, അല്ല, രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള മത്സരമല്ലേ. തികച്ചും രണ്ട് വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ള മത്സരം. വീട്ടുകാരുടെ സപ്പോർട്ട് എങ്ങനെയാണ്? കുഴപ്പമൊന്നുമില്ല, ഭയങ്കര പൂർണ്ണ പിന്തുണയാണ്. എന്തായാലും ഇരു മുന്നണികൾക്കും ഉന്നത വിജയം ആശംസിച്ചുകൊണ്ട് ക്യാമറാമാൻ പ്രവീണിനോടൊപ്പം പ്രിയങ്ക, TCV ന്യൂസ്. ചേട്ടനും അനുജനും ഒരേ വാർഡിൽ മത്സരത്തിനിറങ്ങിയത് കാണുന്നവർക്ക് കൗതുകമാണെങ്കിലും ബന്ധുക്കളുടെയും കുടുംബക്കാരുടെയും കാര്യം അങ്ങനെയല്ല. ആരെ കൊള്ളണമെന്നും തള്ളണമെന്നുള്ള കാര്യത്തിൽ ആശയക്കുഴപ്പത്തിലാണ് ബന്ധുക്കൾ. കുഴൂർ കാക്കുളിശ്ശേരി 2ാം വാർഡിലെ LDF സ്ഥാനാർത്ഥിയാണ് CPM-ലെ ജോബി മുളക്കാമ്പിള്ളി. 2020-യുടെ സ്ഥാനാർത്ഥിയായാണ് സഹോദരൻ ജോളി പോൾ അനുജനെതിരെ കളത്തിലിറങ്ങുന്നത്. മത്സരിക്കാൻ തീരുമാനിച്ചതും ഇരുവരും പരസ്പരം അഭിപ്രായം ചോദിച്ചിരുന്നു. ഡ്രൈവർമാരായ സഹോദരങ്ങൾ രാവിലെ പ്രചരണത്തിനിറങ്ങുന്നത് പരസ്പരം പറഞ്ഞാണ്. എന്നാൽ വീട്ടിലെത്തിയാൽ ഇവർ രാഷ്ട്രീയവും മത്സരവും മറക്കും. ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര സൗഹാർദ്ദത്തിലും സ്നേഹത്തിലുമാണ് ഇതുവരെ പോയിട്ടുള്ളത്. ഇനി തുടർന്ന് അങ്ങോട്ടും ഞങ്ങൾ ഇങ്ങനെ തന്നെ ആയിരിക്കും. മത്സരത്തിൽ മാത്രമേ അങ്ങനെയുള്ളൂ, മറ്റുള്ള കാര്യങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ചാണ്. രണ്ടുപേരും ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്. ഒരേ പറമ്പിലെ തൊട്ടടുത്ത വീടുകളിലാണ് ഇവർ താമസിക്കുന്നത്. പാർട്ടി നിർദ്ദേശിക്കുന്നുവെന്നും മത്സരിക്കാൻ ആവശ്യപ്പെടുന്നുവെന്നും ഇരുവരും പറഞ്ഞെങ്കിലും വിലക്കാനും നിരുത്സാഹപ്പെടുത്താനും ശ്രമിച്ചില്ല. ചേട്ടൻ ജോളി പോൾ ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. മെഡിക്കൽ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന സ്ഥാപനത്തിനായി വാഹനം ഓടിക്കുകയാണ് ജോബി. TCV ന്യൂസ്, മാള. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 2 വാർഡുകളിൽ സ്ഥാനാർത്ഥികൾക്ക് ഒരേ പേര്. 19ാം വാർഡായ എൽത്തുരുത്തിൽ LDF സ്ഥാനാർത്ഥി KK രാധാകൃഷ്ണനും UDF സ്ഥാനാർത്ഥി KA രാധാകൃഷ്ണനുമാണ്. വോട്ടർമാരിലെ ആശയക്കുഴപ്പം ഒഴിവാക്കാൻ UDF സ്ഥാനാർത്ഥി തന്റെ പേരിനൊപ്പം വീട്ടുപേര് കൂടി ചേർത്തിട്ടുണ്ട്. 6ാം വാർഡായ കണക്കൻകടവിൽ ശ്രീദേവി എന്ന പേരിൽ 2 സ്ഥാനാർത്ഥികളുണ്ട്. ശ്രീദേവി ബിജുവാണ് LDF സ്ഥാനാർത്ഥി. BJP സ്ഥാനാർത്ഥിയായി ശ്രീദേവി അനിലും രംഗത്തുണ്ട്. CPM നേതാക്കൾ ദേവസ്വം ഭരണം ഏറ്റെടുത്തത് സ്വർണം മോഷ്ടിക്കാൻ മാത്രമാണെന്ന് AICC സെക്രട്ടറി TN പ്രതാപൻ പറഞ്ഞു. ശബരിമലയിലെ സ്വർണം കടത്തിയതിനു പിന്നിൽ ഇനിയും പ്രധാന നേതാക്കളുടെ പങ്ക് പുറത്തുവരാനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. UDF പൊയ്യ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബൈജു കണ്ടപ്പശ്ശേരി അധ്യക്ഷത വഹിച്ചു. AA അഷ്റഫ്, BA അബ്ദുൽ കരീം, NS വിജയൻ, CA ബെന്നി, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി സാജൻ കുടിയൻ തുടങ്ങിയവർ സംസാരിച്ചു. വാർഡിലുണ്ടായിരുന്ന സന്ദർഭത്തിൽ 8 വാർഡിൽ UDF, 4 വാർഡിൽ LDF മുല്ലശ്ശേരി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. KP ആലി അധ്യക്ഷത വഹിച്ചു. ബെന്നി ആന്റണി, AK ഹുസൈൻ, NK സുബ്രഹ്മണ്യൻ, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി രാകേഷ് കണിയാമർമ്മൽ തുടങ്ങിയവർ സംസാരിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് പോളിംഗ് ഡ്യൂട്ടി ലഭിച്ച എല്ലാ പ്രിസൈഡിംഗ് ഓഫീസർ, ഫസ്റ്റ് പോളിംഗ് ഓഫീസർ എന്നിവർക്ക് 25 മുതൽ 28-ാം തീയതി വരെ വിവിധ ബ്ലോക്കുകളിലും നഗരസഭകളിലും കോർപ്പറേഷനുകളിലും പരിശീലന ക്ലാസ് സംഘടിപ്പിക്കും. പോളിംഗ് ഡ്യൂട്ടി ലഭിച്ച എല്ലാ ഉദ്യോഗസ്ഥരും പോസ്റ്റിംഗ് ഓർഡറിൽ പരാമർശിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ പരിശീലന ക്ലാസ്സിൽ നിർബന്ധമായും പങ്കെടുക്കേണ്ടതാണ്. മുൻകൂർ അനുമതി വാങ്ങാതെ പരിശീലന ക്ലാസ്സിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ഇലക്ഷൻ ഡ്യൂട്ടിയുടെ ലംഘനമായി കണക്കാക്കി അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ജില്ലാ കളക്ടർ അറിയിച്ചു. തൃശൂർ ചിട്ടിയങ്ങാടി ഹനഫി സുന്നത്ത് ജമാഅത്ത് മസ്ജിദ് മഹൽ കുടുംബസംഗമം നടന്നു. ചീഫ് ഇമാം ഇബ്രാഹിം ഫലാഹി ദുആ നിർവഹിച്ചു. തൃശൂർ പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ നജീബ് ഉദ്ഘാടനം ചെയ്തു. ജമാഅത്ത് പ്രസിഡന്റ് A അബ്ദുൽ ബാസിദ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഷെയ്ഖ് അബ്ദുൽ റബാഖ്, ഇമാം മിദ്ലാജ് ബാഖവി, മഞ്ജിദ് ഷാജഹാൻ, VM ഹുസൈൻ, ഡോക്ടർ PJ വിൻസെന്റ്, സുഹൈൽ സലാഹി, PC സിയാദ് തുടങ്ങിയവർ സംസാരിച്ചു. ഒപ്പിടേണ്ട പാർട്ടുമാണ്. അപ്പൊ അത് രണ്ടും വലിയ നിലവിലുള്ള വോട്ടറുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിനാണ് മുകൾ അനായാസേന കൈകാര്യം ചെയ്യാൻ കഴിയുന്നത്. റോഡരികിൽ വാഹനമിടിച്ച് ജീവൻ പൊലിഞ്ഞ നായക്കുഞ്ഞിന് മുലപ്പാൽ നൽകാനുള്ള അമ്മനായയുടെ ശ്രമം നൊമ്പര കാഴ്ചയായി. ഗുരുവായൂർ നെന്മിനി ലക്ഷം വീട് ഉന്നതിക്ക് സമീപത്താണ് കരളലിയിപ്പിക്കുന്ന കാഴ്ച അരങ്ങേറിയത്. ശനിയാഴ്ച രാത്രിയാണ് നായക്കുഞ്ഞ് വാഹനമിടിച്ചു ചത്തത്. 7 കുഞ്ഞുങ്ങളുമായി അമ്മ നായ കോളനിക്ക് മുന്നിലെ തിരിവു തിരിയുന്നതിനിടയിലായിരുന്നു അപകടം. ഇടിയേറ്റയുടനെ നായക്കുഞ്ഞ് റോഡരികിൽ പിടഞ്ഞു വീണ് ചത്തു. ജീവൻ പോയതറിയാതെ
അമ്മ നായ കുഞ്ഞിന്റെ അടുത്തുനിന്ന് മാറാതെ നക്കിത്തുടച്ചു നിന്നു. തിങ്കളാഴ്ച ഉച്ചവരെ ഈ നിൽപ്പ് തുടർന്നു. ഇരുഭാഗത്തേക്കും വാഹനങ്ങൾ ചീറിപ്പായുമ്പോഴും അമ്മ നായ കുഞ്ഞിന്റെ അടുത്തുനിന്ന് മാറിയില്ല. അമ്മ നായയുടെ കൂട്ടത്തിലുള്ള മറ്റു നായ്ക്കളും പരിസരത്ത് തമ്പടിച്ചു. മറ്റാറു കുഞ്ഞുങ്ങളും തക്കം കിട്ടുമ്പോഴെല്ലാം അമ്മിഞ്ഞ നുണയാൻ അമ്മയുടെ അടുത്തേക്ക് ഓടിയെത്തി. വയറു നിറഞ്ഞ കുഞ്ഞുങ്ങൾ സമീപത്ത് കിടന്നുറങ്ങുമ്പോഴും അമ്മ നായ ഒരേ നിൽപ്പായി. ചത്തുകിടക്കുന്ന നായ്ക്കുഞ്ഞിന്റെ അടുത്തേക്ക് അമ്മ നായ എത്തി കുഞ്ഞിനെ പാൽ കുടിപ്പിക്കാനുള്ള അമ്മയുടെ ശ്രമം മാതൃസ്നേഹത്തിന്റെ യഥാർത്ഥ മുഖം പ്രകടമാക്കി. ജീവന്റെ ഒരു കണികയെങ്കിലും അവശേഷിക്കുന്നുവെങ്കിൽ കുഞ്ഞിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ശ്രമത്തെ ഓർമ്മപ്പെടുത്തുന്ന കാഴ്ചയായി. പിന്നീട് നാട്ടുകാർ ചത്ത നായക്കുട്ടിയെ മറവു ചെയ്തതോടെ തെരുവു നായക്കൂട്ടം പിരിഞ്ഞുപോയി. TCV ന്യൂസ്, ഗുരുവായൂർ. കടവലൂർ അന്യോന്യത്തിന്റെ ഭാഗമായി നടത്തിയ സാഹിത്യ സത്സംഗം ശ്രദ്ധേയമായി. മുൻ അന്യോന്യ പരിഷത്ത് പ്രസിഡന്റായിരുന്ന അക്കിത്തം 25 വർഷം മുൻപാണ് വേദപരീക്ഷയായ അന്യോന്യത്തോടൊപ്പം സാഹിത്യ സത്സംഗം കൂടി ആരംഭിച്ചത്. വേദത്തിന് സാഹിത്യവും സംഗീതവുമായുള്ള അഭേദ്യമായ ബന്ധമാണ് പ്രഗത്ഭരായ കവികളെയും കഥാകാരന്മാരെയും സംഗീതജ്ഞരെയും ഉൾപ്പെടുത്തി സദസ്സൊരുക്കിയത്. പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ സത്സംഗത്തിൽ പ്രശസ്ത കവിയും സാഹിത്യകാരനുമായ KP മോഹനൻ, ആലങ്കോട് ലീലാകൃഷ്ണൻ, രോഷ്നി സ്വപ്ന എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇൻഡോർ ടേബിൾ ടെന്നീസ് ക്ലബ് തൃശൂരിന്റെ ആഭിമുഖ്യത്തിൽ അഖില കേരള മാസ്റ്റേഴ്സ് ഓപ്പൺ ടേബിൾ ടെന്നീസ് ടൂർണമെന്റ് തൃശൂരിൽ സംഘടിപ്പിച്ചു. തൃശൂർ VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ടൂർണമെന്റ് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖ് ഉദ്ഘാടനം ചെയ്തു. ടൂർണമെന്റിൽ 30+, 40+, 50+, 60+ തുടങ്ങിയ കാറ്റഗറികളിൽ നടന്ന മത്സരത്തിൽ 2 വനിതകളടക്കം 100ഓളം മത്സരാർത്ഥികൾ പങ്കെടുത്തു. വിജയികൾക്ക് സമാപന ചടങ്ങിൽ മണ്ണുത്തി NCC യൂണിറ്റ് കമാൻഡിംഗ് ഓഫീസർ കേണൽ തോമസ് K. തോമസ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. 82-ാം വയസ്സിലും ടേബിൾ ടെന്നീസ് കളിക്കുന്ന KJ അന്തോണിയെ ചടങ്ങിൽ ആദരിച്ചു. വാണിജ്യം. സ്വർണ്ണ വജ്രാഭരണങ്ങളുടെ ഹോൾസെയിൽ റീറ്റെയിൽ വിപണന രംഗത്തെ പ്രമുഖ സ്ഥാപനമായ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 2ാമത് ഷോറൂം വടക്കുനാഥന്റെ മണ്ണിൽ പ്രവർത്തനം ആരംഭിച്ചു. പൂരനഗരിക്ക് പൊന്നഴകിയാക്കിക്കൊണ്ട് തൃശൂർ MG റോഡിൽ കോരപ്പത്ത് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ച TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സിനിമാ താരം അനുഷ അരവിന്ദാക്ഷൻ, കുമാരി ഹെന കൃഷ്ണ ഷൈൻ എന്നിവർ സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു. ആവണയങ്ങാട്ട് കളരി അഡ്വക്കേറ്റ് രഘുരാമ പണിക്കർ ആദ്യ വിൽപ്പന നിർവഹിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 1 മാസം നീണ്ടു നിൽക്കുന്ന ഷോപ്പിംഗ് ഉത്സവത്തിന്റെ ഭാഗമായുള്ള കൂപ്പൺ മുൻ മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. RSS പ്രാന്ത കാര്യവാഹക് ഈശ്വർ, യൂത്ത് കോൺഗ്രസ് നേതാവ് ശോഭ സുഭിൻ, TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനേജിംഗ് ഡയറക്ടർ ഷൈൻ സുരേന്ദ്രനാഥ്, ഡയറക്ടർമാരായ ജിബി ഷൈൻ, ഉണ്ണികൃഷ്ണൻ, പവി തുടങ്ങിയവർ സംസാരിച്ചു. സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ കമനീയ കളക്ഷനോടുകൂടിയ ഈ ഷോറൂം ഉപഭോക്താക്കളുടെ ബജറ്റിനനുസരിച്ചാണ് സജ്ജമാക്കിയിരിക്കുന്നത്. ഡിസംബർ 23 വരെ തുടരുന്ന ഷോപ്പിംഗ് ഉത്സവത്തിൽ ഭാഗവാക്കാകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലിക്ക് ഡയമണ്ട് സെറ്റ് സമ്മാനമായി നൽകും. ഉദ്ഘാടനത്തിന് മുന്നോടിയായി നടന്ന ചടങ്ങിൽ വടക്കുംനാഥ ക്ഷേത്ര മേൽശാന്തി അണിമംഗലം രാമൻ നമ്പൂതിരി ഭദ്രദീപം കൊളുത്തൽ നിർവഹിച്ചു. ഇന്നത്തെ സ്വർണ്ണ നിരക്ക്. TJM ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,535 രൂപ, പവന് 92,280 രൂപ. TJM ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണം ഊർജിതം. പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി തിങ്കളാഴ്ച തീരും. വിമതരെ പിന്തിരിപ്പിക്കാനുള്ള അവസാനവട്ട ശ്രമത്തിൽ മുന്നണി നേതാക്കൾ.
വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന് സമീപം സ്വകാര്യ ബസ് മരത്തിലടിച്ച് 14 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. വലിയകരയിൽ ടോൾ പിരിക്കാൻ അനുമതി നൽകിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത് പൊതുപ്രവർത്തകനായ ഷാജി കോടങ്കണ്ടത്ത്. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ ഗതാഗതം സുഗമമായിട്ടില്ലെന്ന് പരാതിക്കാരൻ. തൃശൂർ മൃഗശാലയിലെ ആൺകടുവ ചത്തു. 3 മാസമായി ചലനശേഷി നഷ്ടപ്പെട്ടിരുന്ന കടുവയാണ് ചത്തത്. ചേർപ്പ് പൂച്ചിന്നിപ്പാടത്ത് നടുറോഡിൽ സ്കൂട്ടർ യാത്രികനും ഓട്ടോ ടാക്സി ഡ്രൈവറും തമ്മിൽ കയ്യാങ്കളി. സ്കൂട്ടർ യാത്രക്കാരൻ ഹെൽമറ്റ് ഊരി ഓട്ടോ ടാക്സി ഡ്രൈവറുടെ തലയ്ക്കടിച്ചു. ഗുരുവായൂർ ദേവസ്വം ശ്രീവത്സം അതിഥി മന്ദിരവളപ്പിലെ ഗജരാജൻ ഗുരുവായൂർ കേശവന്റെ പ്രതിമ നവീകരിച്ച് സമർപ്പിച്ചു. വിഖ്യാത ശില്പി നന്ദൻ ഇളവള്ളിയുടെ നേതൃത്വത്തിൽ 12ഓളം പേർ ചേർന്ന് 4 മാസമെടുത്താണ് നവീകരണം പൂർത്തിയാക്കിയത്. മനക്കുടി കരാട്ടെ കോൾപ്പടവിൽ ചങ്ങാടത്തിൽ ചാൽ മുറിച്ചു കിടക്കുന്നതിനിടെ ചങ്ങാടം പറഞ്ഞ മോട്ടോർ ഓപ്പറേറ്റർ മുങ്ങി മരിച്ചു. നെടുപുഴ സ്വദേശി സന്തോഷാണ് മരിച്ചത്. ചാലക്കുടിയിൽ തെങ്ങ് കടപുഴകി വീണ് സൈക്കിൾ യാത്രികരായ 2 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.